ഒരിക്കൽ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയമാണ്. മാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയല്ല, മറ്റു പല കാര്യങ്ങൾ കൂടി പറയട്ടെ. ഉത്സവം എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അത് വല്ലാത്ത ഹരം പകരുന്ന ഒന്നാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യർക്ക് ആൾക്കൂട്ടം ആനന്ദദായകമാണ്. അതുകൊണ്ട് ആള് കൂടാനുള്ള പ്രദേശങ്ങൾ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പ്രത്യേകം ഉണ്ടാകും. പള്ളികൾ, ഫുട്ബോൾ ഗ്രൗണ്ടുകൾ അങ്ങനെ പലതും. ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ പുത്തിരിക്കണ്ടം മൈതാനം, സഖാവ് EMSൻ്റെ വിക്കിയുള്ള സംസാരം തറയിൽ ഇരുന്നു കൊണ്ട് ആവേശപൂർവ്വം കേട്ടയാളാണ് ഞാൻ. ഇന്നിപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാറില്ല. അങ്ങനെ ഇത്തരം ആളുകളുടെ ഒത്തുകൂടൽ ഒഴിവാക്കാനൊക്കാത്ത ഒന്നാണ്. പക്ഷേ ഈ ഒത്തുകൂടലിൻ്റെ എണ്ണം അധികമായി പോയാൽ എന്തു ചെയ്യും? അതിന് ഭരണകൂടം ഇത്തരം ഒത്തുകൂടലുകളെ പ്രോത്സാഹിപ്പിക്കും. കാരണം അതിൽ നിന്ന് അവർക്ക് രാഷ്ട്രീയമായി മെച്ചം കിട്ടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു വരുന്നത് കുംഭമേളയെക്കുറിച്ചാണ്. കുംഭമേളയിൽ ആളുകൾ കൂടുമ്പോൾ അത് ഹിന്ദുമത ഏകീകരണത്തിനും ഇന്ന് ഹിന്ദുമത പോളറൈസേഷൻ ഉണ്ടായതിനെ ബലപ്പെടുത്താനും അത് ഉപകാരപ്പെടും എന്നതിൻ്റെ പേരിലാണ് ഭരണകൂടം എല്ലാ ഒത്താശയും നൽകിക്കൊണ്ട് ആളുകൾക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം, പോകാൻ ഒരു ആവേശമുണ്ടാകും, പൊക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് മനുഷ്യർ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു 3-4 ദിവസം കഴിയേണ്ട ഒരു പ്രദേശത്ത് 10,000-കണക്കിന് ആളുകൾ തമ്പടിച്ചു കഴിഞ്ഞാൽ 1-നും 2-നും പോകണമല്ലോ. അത് ഒഴിവാക്കാനൊക്കാത്ത പ്രക്രിയയാണല്ലോ. അത് ഏറ്റവും വലിയ കീറാമുട്ടിയായ ഒരു പ്രശ്നമാണ്. വളരെ ദുർഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിൽ ഉത്സവം അരങ്ങേറുക, അതിൽ ആനന്ദിച്ച് ആർമാദിച്ച് ആറാടി കഴിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഒരു ലഹരി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇങ്ങനെ ആളുകൂടുമ്പോൾ അത് ആപത്തിലേക്ക് നയിക്കും എന്നുള്ള ബോധ്യം കൂടി സംഘടിപ്പിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകേണ്ടതാണ്. ഉണ്ടാകുന്നില്ല. എല്ലാ ആൾക്കൂട്ടങ്ങളുടെയും ഇതപര്യന്തമുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ, കഅബയിൽ ഹജ്ജ് വേളയിൽ 200 പേര് മരിച്ച ഒരു സംഭവം ഈ അടുത്ത കാലത്താണ് അരങ്ങേറിയത്. ഒരുപാട് തീപിടുത്തം ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ വെടിക്കെട്ട് അപകടങ്ങൾ പതിവായി തന്നെ നടന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ നിർത്തുമോ? ആന ആളെ ചവിട്ടിക്കൊല്ലുമെങ്കിലും ആനയെ ആൾക്കൂട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തി അതിനെ പ്രകോപിപ്പിക്കാൻ ഭക്തിയുടെ ഭ്രാന്ത് മനുഷ്യനെ ഒരിക്കലും പിന്തിരിപ്പിക്കാറില്ല എന്നുള്ളതാണ്. ഇത് പലതരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ഇപ്പം എൻ്റെ പ്രദേശത്ത് ഒരു പൊങ്കാലയുണ്ട്. ആ പൊങ്കാലയ്ക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്ന 10-20 കിലോമീറ്ററിൽ സ്ക്വയറിലുള്ള ആളുകൾ ഓരോരുത്തരും അതിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ഭഗീരഥ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റിലാണ് ഈ പൊങ്കാല നടക്കാൻ സാധ്യത. ഇന്നലെ ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തു. അതിൽ പൊങ്കാല എങ്ങനെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭംഗിയായി
ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് പൊങ്കാല ഇടാൻ വരുന്നവർക്ക് രാവിലെ ഇഡ്ഡലിയും ഉച്ചയ്ക്ക് ഊണും കൊടുക്കാൻ. ഇപ്പം പ്രോത്സാഹനത്തിൻ്റെ രീതികൾ നോക്കുക. ഒരു പ്രദേശത്തെ ഒരു ക്ഷേത്രം, ഒരു അമ്പലം, അവിടെ കുറേ ആളുകൾ, ഒരു 500 ആളുകൾ ഒത്തുകൂടുന്നു, ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിനൊരു പരിധി വേണം. ഇത് 5000 ആയാൽ, 50,000 ആയാൽ, 5 ലക്ഷമായാൽ അത് ആഘോഷമല്ല, അത് വാസ്തവത്തിൽ പീഡിപ്പിക്കലാണ്, സ്വയം പീഡിപ്പിക്കലിന് തുല്യമാണ്. ആളുകൾ അങ്ങനെ ഒത്തുകൂടിക്കൊണ്ട് ആഹാരത്തിൻ്റെ ലഭ്യത, അമിത വില ഈടാക്കൽ, ശുചിത്വമില്ലായ്മ, കുടിവെള്ളത്തിൻ്റെ ലഭ്യത, താമസ സൗകര്യത്തിൻ്റെ പോരായ്മ, യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനാവശ്യമായി ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത ഒരു കാര്യം, ഇപ്പം ഏതെങ്കിലും ഒരു ദേവാലയം നമുക്ക് സങ്കല്പിക്കാം. ഉദാഹരണത്തിന് മെക്ക എടുക്കാം. ഇങ്ങ് കേരളത്തിലാണെങ്കിൽ ഗുരുവായൂർ അമ്പലം എടുക്കാം. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഏതെങ്കിലും ജഗന്നാഥ ക്ഷേത്രം എടുക്കാം. ഇവിടെയൊക്കെ ഈ ഭക്തിയുള്ള ആളുകൾ എന്തിനാണ് ഒത്തുകൂടുന്നത്? താൻ താമസിക്കുന്ന പ്രദേശത്ത് ദൈവത്തെ വണങ്ങാനായിട്ട് 5 നേരം ഒരു പള്ളിയിൽ പോകുന്ന ഒരാൾ പള്ളിയിൽ പോകണം, വീട്ടിലായാൽ പോരെ? ഇതൊക്കെ എന്തുകൊണ്ട് വിശ്വാസി ചോദിക്കുന്നില്ല? അതുമാത്രമല്ല, വെള്ളിയാഴ്ചയാണെങ്കിൽ പ്രത്യേക രീതിയിൽ പ്രത്യേക പള്ളിയിൽ തന്നെ പോകണം. പെരുന്നാളിനും അതുപോലെ. സമ്പത്തുള്ളവൻ മെക്കയിൽ പോയി തന്നെ നിസ്കരിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു സാങ്കത്യം എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. പിന്നെ മനുഷ്യർക്ക് സഞ്ചാരം വളരെ രസാവഹമായ കാര്യമാണ്. ഞാനൊരു സഞ്ചാരപ്രിയനാണ്. വിശ്വാസപരമായി സഞ്ചരിക്കുന്നില്ലെങ്കിൽ തന്നെയും അല്ലാതെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് സഞ്ചാരങ്ങൾ നടത്താൻ ആരോഗ്യം അനുവദിക്കുവോളം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആളുകൾ ഈ ഭക്തിയൊക്കെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒരിക്കൽ ഒരു സ്ഥലം സന്ദർശിച്ചു. അതിൻ്റെ ഓർമ്മകൾ നമ്മെ വീണ്ടും വീണ്ടും അങ്ങോട്ടോ അതുപോലത്തെ പ്രദേശങ്ങളിലേക്കോ ചെല്ലാൻ നമ്മെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കാര്യം അതിൽ നിന്ന് കിട്ടുന്ന ഉന്മാദത്തിൻ്റെ തള്ളിച്ച അത്രത്തോളമായിരിക്കും. ഇപ്പം ഹജ്ജിന് പോവുക, ലക്ഷോപലക്ഷം ആളുകൾ തങ്ങളുടെ സ്വന്തം വിശ്വാസപ്രകാരം ഒരു ഭാഗത്തൊത്തുകൂടുമ്പോൾ അത് നൽകുന്ന ആവേശവും എന്താ പറയുക, ഒരു വല്ലാതെ ഉന്മാദാവസ്ഥ, അത് ഒരിക്കൽ പോയവരെ വീണ്ടും വീണ്ടും പോകാൻ തീർച്ചയായിട്ടും പ്രേരിപ്പിക്കും. ഇപ്പം ശബരിമലയിൽ കവി കുരീപ്പുഴയുടെ ഒരു വാക്കുണ്ട്, പമ്പാവാസനൈ. പമ്പാവാസനൈ, പമ്പാവാസൻ എന്ന് പറഞ്ഞാൽ പമ്പയിൽ വസിക്കുന്നവൻ, സാക്ഷാൽ അയ്യപ്പൻ. വാസനൈ എന്ന് പറഞ്ഞാൽ ഈ വാസന, വാസൻ എന്നതിനെ വാസനൈ എന്നാക്കിയാൽ അത് തമിഴ് വാക്കാണ്, മണം. പമ്പയിൽ എന്തു വാസനയാണുള്ളത്? അത് പണ്ട് അബു ഇബ്രഹാം പറഞ്ഞിട്ടുണ്ട്, മലം ഒഴുകുന്ന വാസന. അതിൽ മുങ്ങിത്താണ് മലം വകഞ്ഞു മാറ്റി ഗംഗയിൽ. അബു ഇബ്രഹാം പറഞ്ഞത് ഗംഗയെക്കുറിച്ചാണ്. അപ്പം അത്രത്തോളം വിശ്വാസത്തെ നമുക്ക് ഒരു യുക്തിയുടെ ചരടിൽ കെട്ടി നിർത്താൻ മനുഷ്യ മസ്തിഷ്കം അനുവദിക്കാറില്ല. ചരട് പൊട്ടിയുള്ള ഒരു വല്ലാത്ത പമ്പരക്കളിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതിനകത്താണ് ഇത്തരം ക്രോപ്രായങ്ങൾ വന്നു ചേരുന്നത്. ഇപ്പം ആറ്റുകാൽ പൊങ്കാല വന്നാലോ ഭീമാപ്പള്ളി ഉറൂസ് വന്നാലോ ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, ആൾക്കൂട്ടങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. ആൾക്കൂട്ടം, അവിടുത്തെ ബഹളം, അവിടുത്തെ അന്തരീക്ഷം, ഉത്സവ പ്രതീതിയൊക്കെ എന്നെയും വല്ലാണ്ട് രസിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇതിന് വലിയ തോതിൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമുണ്ടാകുമെന്ന് കഴിഞ്ഞാൽ ഞാൻ പോകില്ല. ഒരു പരിധിക്ക് നമുക്ക് രസിക്കത്തക്ക രീതിയിലായിരിക്കുന്നു എങ്കിൽ അവിടെ നമുക്ക് പോകാൻ ഭയങ്കര രസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടൊക്കെ
പുത്തരിങ്കട്ട മൈതാനിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ യോഗങ്ങൾ നടക്കുമ്പോൾ തറയിൽ അവിടെ ചെന്നിരുന്ന് പ്രസംഗം കേൾക്കാൻ ഒരു മടിയുമില്ലാതിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു അളിയൻ ഞാൻ EMS പ്രസംഗിക്കുമ്പോൾ ആവേശപൂർവ്വം കേട്ടിരുന്നതിനെ നോക്കി ഇങ്ങനെ കളിയാക്കുന്ന മട്ടിൽ ഒരു സൈഡിൽ നിന്ന് എന്നെ പരിഹസിച്ചത് എനിക്കിപ്പോഴും വർഷക്കണക്കിന് മുമ്പുള്ള കാര്യമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്. മനുഷ്യർ അങ്ങനെയാണ് നമ്മൾ. പക്ഷേ ഇത് അപകടത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ കാലഘട്ടം മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു ഫുട്ബോൾ കളി കാണാൻ എനിക്ക് അന്താരാഷ്ട്ര ഫിഫ വന്നു കഴിഞ്ഞാൽ ഞാൻ രാത്രിയിൽ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ TV-യുടെ മുമ്പിൽ നിന്നും മാറാറില്ല. ഇരുന്ന് കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് നമുക്കൊരു ഹരം തരുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കില്ല. പക്ഷേ അതിനോടൊപ്പം നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സുഖസൗകര്യങ്ങളെ കൂടെ നമ്മൾ പരിഗണിക്കണം. അതിപ്പം ഒട്ടുമിക്ക മനുഷ്യർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടലെങ്കിലും അതിനെ ഓവർ പവർ ചെയ്യത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുംഭമേളയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ തന്നെ അങ്ങേയറ്റം പരസ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ഭക്തി വ്യവസായത്തെ അധികാരസ്ഥാനത്തേക്കുള്ള ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കുംഭമേളയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന കാര്യമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യസ്ഥിതി നമ്മുടെ കേരളത്തെക്കാളും വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അവിടുത്തെ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരു ആശുപത്രി എന്നുള്ളത് അവിടുത്തെ വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ്, വലിയൊരു ലക്ഷറിയാണ്. ഇവിടുത്തെ പോലല്ല. നമ്മളിവിടെ മുഴത്തിന് പ്രൈവറ്റോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ ഉണ്ട് എന്നിരിക്കെ അവിടങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളത് നമ്മൾ കാണണം, തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ബക്രി ലഹരിയിലേക്ക് പോകാതിരിക്കാനെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിക്കാം. അങ്ങനെ ഒരു നീക്കം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ശക്തിയും ബലവും വർദ്ധിക്കുമെന്നാണ്. ഉത്സവലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് നമ്മളവിടെ പോകും. അതിലവർ ബക്രി ലഹരിയിലേക്ക് പോകുന്ന പോക്ക് അധികകാലം നിലനിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. വെറുതെ 1-2 വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.